അടുത്ത നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം ഇതാണ്. ഇൻ്റഗ്രേഷനകത്ത് ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. പെട്ടെന്ന് ചിലപ്പോൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഈ ഫംഗ്ഷനകത്ത് നമുക്ക് കൊസീക്ക്, സൈന്, കൊസീക്ക്, സീക്ക്, ടാൻ എല്ലാം ഉണ്ട്. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ എല്ലാത്തിനും ഞാൻ സൈൻ്റെ ടേമിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യാണ്, ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യുന്നുണ്ട്, സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഒന്നും കൂടി ഇതിനെ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ അപ്പുറത്തേക്ക് എഴുതാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ ആ ഫംഗ്ഷൻ ഞാൻ ഒന്നുകൂടി എഴുതുകയാണ് മക്കൾ. എന്തായിരുന്നു, ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കൊസീക്ക് എക്സ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ബൈ സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോണേ. ഓക്കെ, അപ്പം ഈ കൊസീക്ക് എക്സിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 1 സൈൻ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ സൈൻ എക്സ് അതുപോലെ തന്നെ, ദെൻ കൊസീക്ക് എക്സ് ഇവിടെ 1 സൈൻ എക്സ് എന്ന് നമ്മൾ എഴുതുന്നുണ്ട്, സീക്ക് എക്സിനെ 1 കോസ് എക്സ് എന്ന് എഴുതുന്നുണ്ട്, ടാൻ എക്സിനെ നമ്മൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതുന്നു. അപ്പോൾ അതാ ഇതിന് ചേഞ്ചസ് വരും. അപ്പോൾ ഇത് ഫൈനലി ഇത് ചേഞ്ച് ചെയ്ത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഫൈനൽ സ്റ്റെപ്പ് ഞാൻ എഴുതുകയാണ്. ഇൻ്റഗ്രൽ 1 സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു എന്ത് വരും, കോസ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 സൈൻ റേസ് ടു 4x എന്ന് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനെയല്ല 1 സൈൻ എക്സ്, ഇത് 1 സൈൻ എക്സ്, 1 കോസ് എക്സ്, ദെൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി ഇത് ത്രൂ ഔട്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫൈനലി എന്ത് കിട്ടും, ഈ ഒരു ടൈമിലേക്ക് കിട്ടും. ഈ ഒരു ടൈമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൊല്യൂഷൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യും, ഈ സൈൻ എക്സിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനിയും ബാക്കിയെല്ലാം നമ്മൾ നോർമൽ സ്റ്റെപ്പ് പോലെ സ്റ്റാൻഡേർഡ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു ഞാൻ എന്ത് കൊടുക്കുന്നു, ടീന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് എന്ത് വരും, കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടൂടാ, ഡി ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാം. ഇൻ്റഗ്രൽ 1 എന്ത് വരും, ടി സ്ക്വയർ അല്ലേ, ടി സ്ക്വയർ കോസ് എക്സ് ഡി എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം, ഡി ടി എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ 1 ടി റൈസ് ടു 4. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ടി സ്ക്വയർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഡിവൈഡ് ബൈ ടി സ്ക്വയർ. ഓക്കെ, ഇതെല്ലാം നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രൽ ടി സ്ക്വയർ വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് എന്ത് വരും, 1 ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് 1 ടി സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഡി ടി. ക്ലിയർ ആണല്ലോ മക്കളെ, ഇത്രയും കാര്യങ്ങൾ സംശയമില്ലല്ലോ. ദെൻ ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദാണ്ട് ഇവിടെ ചെറിയ കൺവേർഷൻ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ടി മൈനസ് 1/t ഈക്വൽ ടു ഞാൻ യു എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് വെച്ചാൽ എന്ത് കിട്ടും നമുക്ക്, ടി പ്ലസ് 1/t സ്ക്വയർ ഇൻറ്റു ഡി ടി ഈക്വൽ ടു ഡി യു എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതിനെ സ്ക്വയർ ചെയ്യുന്നു രണ്ടിടത്തും. അപ്പോൾ എന്ത് കിട്ടും എനിക്ക്, ടി സ്ക്വയർ പ്ലസ് 1/t സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു യു സ്ക്വയർ എന്ന് കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യും, ടി സ്ക്വയർ പ്ലസ് 1/t സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 എന്ന് എനിക്ക് കിട്ടും. നോക്കിക്കേ, അപ്പം ഇതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെനിക്ക് ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു സ്ക്വയർ പ്ലസ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് റീഅറേഞ്ച് ചെയ്യാം. നോക്കിക്കേ, അടുത്തായിട്ട് എന്താ റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത്, then that is equal to integral du divided by u square plus then ആ 2നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, √2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ √2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളോടെ നിന്നോട്ടെ. ഇനി നമുക്ക് ഇതറിയാമല്ലോ, ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. dx ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/a tan ഇൻവേഴ്സ് x/a പ്ലസ് സി. ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ രീതിയിലേക്ക് ഇവനെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 then tan 1/√2 അല്ലേ, 1/√2 then tan ഇൻവേഴ്സ് u/√2 പ്ലസ് സി. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ വാല്യൂസ് എല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും,
1/√2 tan ഇൻവേഴ്സ് ദെൻ യുവിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു t² - 1 ദെൻ ഡിവൈഡഡ് ബൈ √2 t എന്ന് വരും അല്ലേ, പ്ലസ് സി എന്ന് വരും. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ദെൻ ഇവിടെ യു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയത് ഓർമ്മയുണ്ടല്ലോ, t-1/2. അപ്പോൾ ഇത് t² - 1/t എന്ന് വരും. ദെൻ അത് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തപ്പോൾ ഇങ്ങനെ ആയത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി എന്ത് വരും? നമ്മൾ ടിക്ക് നമ്മൾ sin x = t എന്നായിരുന്നു കൊടുത്തിരുന്നത്. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നത്, അത് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? tan ഇൻവേഴ്സ് sin² x - 1 ഡിവൈഡഡ് ബൈ √2 sin x പ്ലസ് സി എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2. ആ കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പം അറ്റ് x = π/2 നമ്മുടെ സിയുടെ വാല്യൂ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സി എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് നമുക്ക് 0 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞു പോവാണ്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അറ്റ് x = നമ്മൾ π/2 സി നമുക്ക് 0 കിട്ടി. ദെൻ ഇനി നമുക്ക് ഫൈനലി ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കേണ്ട എന്താണ്? y = π/4 ആണ്, അതായത് f of π/4 കേട്ടോ. അപ്പോൾ x = π/4 ഉള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ f of π/4 ആണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിന് π/4 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? 1/√2 tan ഇൻവേഴ്സ് ദെൻ sin π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. ഇപ്പോൾ ഇവിടെ sin² ആകുമ്പോഴത്തേക്കിന് 1/2 - 1 എന്ന് വരും അല്ലേ, 1/2 - 1 എന്ന് വരും. ദെൻ ഡിവൈഡഡ് ബൈ √2 sin π/4 എന്ന് പറഞ്ഞാൽ 1/√2. അപ്പോൾ അത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 മാത്രമേ വരുള്ളൂ. ഓക്കെ, ദെൻ ഇനി എന്ത് വരും? 1/√2 ദെൻ tan ഇൻവേഴ്സ് ഇവിടെ നോക്കി, ഇവിടെ ചെയ്താൽ എന്ത് വരും? ഇവിടെ ചെയ്താൽ നമുക്ക് -1/2 എന്ന് കിട്ടും അല്ലേ, -1/2 എന്ന് കിട്ടും. നോക്കിക്കേ, ഇതാണോ നമ്മുടെ ആൻസർ? നോക്കിയാൽ ഓപ്ഷനകത്ത് ഇത് കിടപ്പുണ്ടോ നോക്കിയിട്ട് 1/√2 tan ഇൻവേഴ്സ് -1/2. ഓക്കെ, അതുണ്ടോ നോക്കട്ടെ? ഓപ്ഷനിൽ നമുക്കുണ്ട്. ഓപ്ഷൻ നമ്പർ 4 നോക്കിയേ, 1/√2 tan ഇൻവേഴ്സ് -1/2. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഇവിടെ ചെറിയൊരു കൺവേർഷൻ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് കേട്ടോ. ഓക്കെ.